സിജോ, നമുക്ക് ആളുകളുടെ ആരുടെങ്കിലും പ്രതികരണം ലഭിക്കുമോ? എന്താണ് അവർ പറയുന്നത്? അവരുടെ ഒരു ആത്മവിശ്വാസം എത്രത്തോളമാണെന്ന് നമുക്ക് അവരോട് ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? തീർച്ചയായും ചോദിക്കാം. ഞാൻ കഴിഞ്ഞ ബുള്ളറ്റിനിൽ ചോദിച്ചിരുന്നു ഈ സമയത്തേക്ക് സമയം ഉണ്ടാകുമോ എന്ന് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് പ്രതികരണത്തിലേക്ക് പോകാത്തത്. തീർച്ചയായും കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ സീനിയറായ നേതാവ്, ഭരണപരിചയമുള്ള നേതാവ്, പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, 5 വർഷം ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിന് ആഞ്ഞടിച്ചുകൊണ്ട് 5 മന്ത്രിമാരെ രാജിയിലേക്ക് എത്തിച്ച പ്രതിപക്ഷ നേതാവ്, തീർച്ചയായും അഖിലേന്ത്യാ കോൺഗ്രസ് ഒരു പരിചയസമ്പന്നനായ ശ്രീ രമേശ് ജി തന്നെ വരുമെന്ന കാര്യം ഒരു തർക്കവുമില്ല. ഞങ്ങളത് വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. സീനിയോറിറ്റി തവണ പൂർണ്ണമായും കാരണം പാർട്ടി പരിഗണിക്കേണ്ടതും സീനിയോറിറ്റിയാണല്ലോ. അതിൻ്റെ ഭരണപരിചയത്തെയും ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നതിന് ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക ഞങ്ങൾക്ക്. എന്തായാലും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനുകളിലൊക്കെ മുതിർന്ന ആളുകളോടൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അല്പസമയം മുമ്പ് നമ്മൾ പുതിയ തലമുറയുള്ള ആളുകളോടൊക്കെ ഒന്ന് പ്രതികരണം തരണം ഞാൻ ആഗ്രഹിച്ചതാണ്. രമേശ് ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രിയായി വരുമെന്ന പ്രതീക്ഷയാണോ ഉള്ളത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല വരണമെന്ന് ആഗ്രഹിക്കുന്നത്? വലിയ ആഗ്രഹമുണ്ട്. ഒരാൾ മുഖ്യമന്ത്രി ആകണമല്ലോ, അത് രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ എന്നാണോ? എന്തായാലും വലിയ പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളൊരു കാത്തിരിപ്പിലാണ് എല്ലാവരും ഉള്ളത്. ശരി, രമേശ് ചെന്നിത്തലയുടെ തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള വീട്ടിൽ നിന്ന് സിജോ വി ജോണാണ് തത്സമയം വിശദാംശങ്ങൾ പങ്കുവച്ചത്.